സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായെങ്കിലും ആരാധകർ ഇനി പ്രതീക്ഷയർപ്പിക്കുന്നത് ISLിലാണ്. നിലവിൽ ISLിൽ 12 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് 26 പോയിന്റുമായി ഒന്നാം സ്ഥാനത്താണ്. ഫെബ്രുവരിയിൽ ISLിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതേ പ്രകടനം നിലനിർത്തുകയാണെങ്കിൽ ക്ലബ് ചരിത്രത്തിൽ ആദ്യമായി ഒരു കിരീടം നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ഇനി 10 മത്സരങ്ങളാണ് റെഗുലർ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത്. എന്നാൽ ഈ 10 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാവില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഒഡീഷ തുടങ്ങിയ കരുത്തരായ ടീമുകളെ ബ്ലാസ്റ്റേഴ്സിന് ഇനി നേരിടാനുണ്ട്. ഇതിൽ ബ്ലാസ്റ്റേഴ്സിന് തള്ളിക്കളയാൻ പറ്റാത്ത ടീമാണ് ജംഷഡ്പൂർ FC. സീസണിലെ ആദ്യ മത്സരത്തിൽ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. ജംഷഡ്പൂരുമായി ഇനിയൊരു മത്സരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട്. അത് അവരുടെ ഹോം സ്റ്റേഡിയത്തിലാണ്. എന്നാൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കണ്ട ജംഷഡ്പൂർ ആയിരിക്കില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്. പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന്റെ കീഴിൽ ജംഷഡ്പൂർ കുതിക്കുകയാണ്. ഖാലിദ് ജമീൽ ചുമതലയേറ്റതിനു ശേഷം ജംഷഡ്പൂർ ഒരൊറ്റ മത്സരങ്ങളിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ അടക്കം അവർ പരാജയപ്പെടുത്തി. മറ്റുള്ള എതിരാളികളും ശക്തരാണെങ്കിലും ജംഷഡ്പൂരിനെ ഇനി പഴയതുപോലെ വില കുറച്ച് കാണാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയില്ല. പുതിയ പരിശീലകനും പുതിയ താരങ്ങളുമായി അവരിപ്പോൾ കരുത്തരായിരിക്കുകയാണ്.